ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ലേസി സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിൽ എടുത്തത് ഞാൻ രാവിലെ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടത്തെ തന്നെ ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ രാവിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ചിക്കനുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ബിരിയാണിക്കുള്ള വെള്ളം വെച്ചു, ബിരിയാണി അരി വെള്ളത്തിലിട്ടു, പിന്നെ സവാള, ക്യാരറ്റ് ഇതൊക്കെ നമുക്കൊന്ന് ബിരിയാണിക്ക് ചേർക്കാൻ വേണ്ടി ചെയ്തു. പിന്നെന്താണ്, നമ്മൾ ഇപ്പോൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സാലഡിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, സവാള, പച്ചമുളക്, തക്കാളി ഇല്ല കേട്ടോ, തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ തക്കാളി ഇല്ലാതെ സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഈ പച്ചമുളക് എടുത്ത സമയത്താണ് ഞാൻ ഓർത്തത്, അപ്പോൾ നിങ്ങളെ ഒന്ന് ഈ പച്ചമുളകിൻ്റെ പാത്രം ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് നമ്മൾ മീഷോയിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ. മീഷോയിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു 6 പീസാണ് നമുക്ക് വരുന്നത്. 299 എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു 6 പീസിന് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് ഏതാണെങ്കിലും ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി ഇതൊക്കെ പെട്ടെന്ന് അഴുക്കായി പോകുന്നതാണല്ലോ. അപ്പം ഈ ഒരു നമ്മൾ ബോക്സിനകത്തിട്ട് വെക്കുകയാണെങ്കിൽ അഴുക്കായി പോകത്തില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതല്ല പയർ, ഇതൊന്നും അഴുക്കാകില്ല ഈ ഒരു പാത്രത്തിനകത്ത് വെച്ചാൽ കേട്ടോ. നമ്മൾ 6 വാങ്ങിയത്, അപ്പം നമുക്ക് കുറച്ചുകൂടെ വാങ്ങിയാൽ കൊള്ളായിരുന്നു എന്ന് ഓർത്തു കേട്ടോ ഈ ഒരു ബോക്സ് വാങ്ങിയപ്പോൾ. അപ്പം നല്ലൊരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബോക്സ് തന്നെയാണ് കേട്ടോ. അധികം റേറ്റും ഇല്ല, എന്നാൽ നല്ലതുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സാലഡിനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അമ്മ ചിക്കനൊക്കെ കഴുകി കൂട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ചിക്കൻ അതിനകത്തേക്ക് ഇട്ട്. അപ്പോൾ നമ്മുടെ അരിയും ഏകദേശം വേകാറായി, നമ്മുടെ സാലഡ് റെഡിയായി. അതിന് ശേഷം ആണ് പപ്പടം പൊള്ളിച്ചു കേട്ടോ. പപ്പടവും നമ്മുടെ റെഡിയായി കേട്ടോ. അങ്ങനെ ബിരിയാണി നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു ചിക്കൻ ലെഗ് പീസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു, നിങ്ങൾ വിചാരിക്കും ഇത് ഞാനിപ്പോൾ ഡൈ തേക്കുകയാണെന്ന്. പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ ഞാനിതിപ്പം തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മൈലാഞ്ചിയും അതുപോലെ തന്നെ നീല അമരിയും നമ്മൾ ഉണക്കി പൊടിച്ചെടുത്താണ് കേട്ടോ. അതാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളിത് കുറുക്കിയെടുത്തിട്ട് തലയിൽ തേക്കുകയാണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഞാനതെല്ലാം നന്നായിട്ട് കഴുകി. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. എറണാകുളത്ത് നല്ല ചൂടാണിപ്പോൾ. നാട്ടിലും ചൂടാണ്, എന്നാലും നാട്ടിൽ മഴ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, പത്തനംതിട്ടയിൽ. അപ്പോൾ അതിന് ശേഷം ഞാൻ മുഖത്ത് ഈ ഒരു ഹിമാലയയുടെ പ്യൂരിഫയിങ് സ്ക്രബ്ബർ മുഖത്ത് വരട്ടെ കേട്ടോ. മുഖം നല്ല ഡള്ളായിട്ടിരിക്കും. ഞാനിപ്പോൾ 1 മാസമായിട്ട് മുഖത്ത് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇത് നീമും ആപ്രിക്കോട്ടും ചേർന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. മുഖം ഇച്ചിരിക്കൊരു മാറ്റം വന്ന പോലെ തോന്നുന്നു. അതിനുശേഷം ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഉറക്കം ഉറങ്ങിയതിന് ശേഷം ഒരു ഗ്ലാസ് ഹോർലിക്സ് ഇട്ട് പാല് കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് തുടങ്ങിയ ശീലമാണ് കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് കുളിച്ചതിന് ശേഷം ഒന്ന് നടക്കാനിറങ്ങിയാണ് കേട്ടോ. അപ്പം നമ്മുടെ എൻട്രി ഇതാണേ. ഇവിടുന്ന് നമ്മൾ വലത്തോട്ടാണ് പോകുന്നത്.
നേരെ ഇപ്പം ഇടത്തോട്ട് പോവുകയാണെങ്കിൽ നേരെ നമ്മൾ പേട്ട മെയിൻ ഹൈവേ ആണ്, ജംഗ്ഷനാണ് ചെല്ലുന്നത്. പിന്നെ എന്താണ്, ഇതുവഴിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പം നമ്മൾ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരുപാട് ചക്കയും അതുപോലെ മാവ്, വാഴ എല്ലാം നല്ലപോലെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കൃഷി അങ്ങനെ കൃഷി ചെയ്യുന്നതല്ല. തെങ്ങ്, മാവ്, പ്ലാവ്, പിന്നെ ആത്തച്ചക്കയൊക്കെ നമ്മൾ ഞങ്ങളുടെ ഒരു സ്ഥലത്തെ കൂടുതലും കണ്ടിട്ടുള്ളൂ, എറണാകുളം സൈഡിലായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ മുട്ടപ്പഴം, നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. നമ്മളങ്ങോട്ട് പോകുന്ന സ്ഥലത്താണ് തുരുത്തി അമ്പലം എന്ന് പറയുന്നത് കേട്ടോ, അമ്പലമുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു കപ്പലണ്ടിക്കാരനെ കണ്ടു, കപ്പലണ്ടി വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് മുന്തിരി കണ്ടോ കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ മുന്തിരിങ്ങ കാണാൻ പറ്റും. പച്ചയാണ്, പഴുത്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വയലറ്റ് കളർ വരുമായിരിക്കും. അപ്പോൾ നമ്മൾ കൊണ്ട് പോയപ്പോൾ ഒരു കുളം കണ്ടു കേട്ടോ. കുളമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി, ഇപ്പോൾ ഈയിടെ വൃത്തിയാക്കി എനിക്ക് തോന്നുന്നു കെട്ടി ഒതുക്കിയാന്ന് തോന്നുന്നു. അതേ മാവ് കണ്ടോ, ഇഷ്ടം പോലെ മാങ്ങയാണ് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നത് നാട്ടിലേക്കാട്ടിലും മാവ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീട്ടിലും മാവുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്നിടത്താണെങ്കിലും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ടാണെങ്കിൽ നമ്മൾ ബിരിയാണി തന്നെയാണ് കഴിച്ചത് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.